ഹലോ, എല്ലാവർക്കും നമസ്കാരം. മിസ് മീ കറുപ്പ് സാർ. പുതുതായിട്ട് ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യ ലോകം കീഴടക്കാൻ പോകുന്നു എന്നുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പണ്ടേ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ വാസ്തുപുരുഷ തത്വത്തെപ്പറ്റി ഞാൻ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കൃത്യമായി ഈ എൻ്റെ ബാക്കിൽ ചാനൽ അടിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒന്ന് ചെക്ക് ചെയ്യണം. എന്തായാലും ഇപ്പോൾ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചൈന, ജപ്പാൻ, ഇന്ത്യ ഈ രാജ്യങ്ങളൊക്കെ റഷ്യ ഉൾപ്പെടെ ജോയിൻ്റ് ആവാൻ പോവുകയാണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ USA എന്ന് പറയുന്ന രാജ്യം അവിടെ ഒറ്റപ്പെടുകയാണ്. കാരണം ലോകത്തിലെ മഹാശക്തികളായ ഇത്രയും രാജ്യങ്ങൾ കൂട്ടായ്മയോടെ ഒറ്റക്കെട്ടായി നിൽക്കാൻ പോവുകയാണ്. അമേരിക്ക കുറച്ച് ഒറ്റപ്പെട്ട് നിൽക്കാൻ പോവുകയാണ്. അതിനെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്ത്യയെ പറ്റിയാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ നമുക്കറിയാം, ആകപ്പാടെ ഇവിടെ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ പോപ്പുലേഷനാണ്. പിന്നെ ഇവിടുത്തെ യുവാക്കളുമാണ്. അറിയാമല്ലോ, പോപ്പുലേഷൻ അതുപോലെ തന്നെ അത്രയും. പക്ഷേ എന്താണെന്നറിയാമോ, ഈ ചൈനീസിൽ ഇപ്പം ചൈനയാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് പോപ്പുലേഷൻ. അല്ലല്ലോ, പോപ്പുലേഷനുള്ള രണ്ടാമത്തെ സ്ഥാനം ചൈനയ്ക്കാണ് ഇപ്പോൾ. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈ ചൈനയിലുള്ള ആൾക്കാരെല്ലാം എന്തോന്നാണ്, കൂടുതലും പ്രായമായ ആൾക്കാരാണ്. ഫാക്ടറിയിൽ പണിയെടുക്കാനായാലും പല കാര്യങ്ങൾക്കായാലും പ്രായമായ ആൾക്കാരാണ് അവിടെ കൂടുതലും. അപ്പോൾ ഇനിയാണ് നമ്മുടെ ലോകത്ത്, കാരണം മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരാൻ പോകുന്നത്, മാർക്കറ്റിംഗ്. അപ്പോൾ എല്ലാവരും പണ്ടൊക്കെ ഇന്ത്യയെ കളിയാക്കുമായിരുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വൃത്തിയുടെ രാജ്യം, അവന്മാരങ്ങനെ റേസിസം കാണിക്കും, കറി മസാല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും ഇന്ത്യക്കാർ. അറിയാമല്ലോ, നമുക്ക് പല രാജ്യങ്ങളും റേസിസം കാണിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്തോന്നാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്ത് മണ്ടതറ്റാണ് ബ്രോ പറയുന്നത്? ഈ രാജ്യങ്ങളെല്ലാം എങ്ങനെയാണ് ഒറ്റക്കെട്ടായി നിൽക്കാൻ പോകുന്നത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ പോപ്പുലേഷനാണ് ഇനി ലോകത്തെ ഭരിക്കാൻ പോകുന്നത്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ വെറും പോപ്പുലേഷൻ അല്ല, യുവാക്കളുള്ള പോപ്പുലേഷൻ. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞൊരു മാർക്കറ്റിംഗ് കൺട്രിയാണ്, നമുക്കറിയാമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാനാണെങ്കിലും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പ്രൊമോഷൻ ചെയ്യണമെങ്കിലും ആദ്യം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യ തന്നെയാണ്, പിന്നെ ചൈനയും. മനസ്സിലായില്ലേ? കാരണം അതങ്ങനെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ അതുകൊണ്ട് ഈ പോപ്പുലേഷൻ്റെ സ്വാധീനം ഉള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരും ചോദിക്കും, ഇന്ത്യ എന്നുള്ള നയതന്ത്രത്തിൽ മാത്രം പെരുമാറും, നയതന്ത്രത്തിൽ മാത്രം നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യക്കൊരു ഫ്യൂച്ചറിൽ വലിയൊരു തുറപ്പ് ചീട്ടാകും. എക്സാമ്പിൾ, ഇവിടെ ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിയും വരും. കാരണം ഇവിടെ ഒരുപാട് ഫാക്ടറികൾ നിർമ്മിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആധുനികമായ വസ്തുക്കൾ നിർമ്മിക്കാനുള്ള ഒരുപാട് ഫാക്ടറികൾ ഇവിടെ നിർമ്മിക്കും. പ്രത്യേകിച്ച് AI, റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലത്തെ പല റോബോട്ടിക്സും അതും ഇതും. ഇപ്പോൾ തന്നെ റോബോട്ടിക്സിലൊക്കെ ഇന്ത്യ മുന്നേറ്റി വരാൻ പോവുകയാണ്. ഇപ്പോൾ ട്രെയിനിങ്ങുള്ള കാര്യത്തിൽ, അഡ്വാൻസ്മെൻറ്റുള്ള കാര്യമൊക്കെ പലതിലും ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ത്യ ഒരു മാർക്കറ്റിംഗ് കൺട്രിയായിട്ട് വരുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക ഇവിടെ ഒറ്റപ്പെടുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം 2 പ്രാവശ്യം ഇന്ത്യക്കിട്ട് കൊട്ടുകൊട്ടി. അതാണ്, ഇന്ത്യക്കിട്ട് കൊട്ടുകൊട്ടി. കാരണം ഇന്ത്യക്കും ചൈനയ്ക്കും ഈയിടയ്ക്ക് റേസിസം കാണിച്ചു, അമേരിക്ക റേസിസം കാണിച്ചു. അങ്ങനെ അപ്പോൾ ഇന്ത്യക്ക് എന്തോന്നായാലും അറിയാം, എന്തോന്നാണ് ചൈനയെ തകർക്കാൻ വേണ്ടി മാത്രമാണ് അമേരിക്കക്കാർ ഇന്ത്യയുമായി കുറച്ചെങ്കിലും സൗഹൃദം പുലർത്തുന്നതെന്ന് അവർക്കറിയാം. പിന്നെ അല്ലാത്ത ഒരുപാട് ഫാക്ടേഴ്സും ഉണ്ട്. മനസ്സിലായില്ലേ? അത്രയുള്ള അവിടെ IT ഫീൽഡായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടറികളായിക്കോട്ടെ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, എന്തിനായിക്കോട്ടെ, അവിടെ ഇന്ത്യൻ എംപ്ലോയീസിന് ഗൂഗിൾ ആയിക്കോട്ടെ. അപ്പോൾ അതിൽ ഒരുപാട് ഈ USA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരാണ് അവിടെ ഉള്ളത്. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ ഈ ഇന്ത്യക്കാരെ മോശമാണ് ഇല്ലെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന അവിടുത്തെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്കാർക്ക് ഇപ്പോഴാണ് കയറി വരാൻ പറ്റുന്നത്. കാരണം അതാണ്. അപ്പോൾ നമുക്കറിയാം, ഇത്രയും നാളും ഇന്ത്യ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ
ഒരു നെഗറ്റീവ് ഇമേജ് അമേരിക്കയ്ക്കുണ്ട്, നമുക്കറിയാം. ഇനി ഫ്യൂച്ചറിൽ അവോയ്ഡ് ചെയ്യും അമേരിക്ക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് കാണിക്കുന്നത് വൻ മണ്ടത്തരമാണ്. കാരണം ഇന്ത്യക്കിട്ട് നിങ്ങൾ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് തലവേദനയാവും, നിങ്ങളുടെ രാജ്യത്തിന് തലവേദനയാവും, ജനതയ്ക്ക് തലവേദനയാവും. ഇന്ത്യ തൊട്ട് കളിക്കാൻ പാടില്ല, മണ്ടത്തരം പൊട്ടത്തരവും കാണിക്കരുത്. കാരണം അതുകൊണ്ടാണ് ഈ ട്രംപിനെ താഴെ ഇറക്കാൻ വേണ്ടി അവിടത്തുള്ള ജനങ്ങൾ നോക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ നോക്കുന്നത് എന്തിനാണ്? ട്രംപിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം. വേറെ ഒരു ലക്ഷ്യം അവർക്കില്ല. കാരണം എന്തോന്നാണ്, ട്രംപ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പണിയാണ്, അത്രയേ ഉള്ളൂ. ഫ്യൂച്ചറിൽ ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് പണിയാണ്. ഫ്യൂച്ചറിൽ ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഇവർ. ആ സമയത്ത് ഇവർ പെട്ടുപോകും, മെഡിക്കൽ ഫീൽഡിൽ പ്രത്യേകിച്ച്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇന്ത്യ ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ അവർ പെട്ടുപോയി, നമ്മളും പെടും, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഇനി ജപ്പാൻ്റെ കാര്യം, ജപ്പാൻ്റെയും ചൈനയുടെ കാര്യം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുറേ ഈ പറയുന്ന പോലെ ഐഫോണ്, മറ്റേ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതും ഇതും എല്ലാം ഇങ്ങോട്ട് വരും, ഇന്ത്യയിൽ വരും. അതേപോലെ ഇന്ത്യയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ഉണ്ടാകും. അതാണ് ഓക്കെ. കാരണം നമ്മൾ ഈ ലോകത്ത് അപ്പോൾ സാമ്പത്തികമായി ഒരുപാട് ഉയരും, അത്രയേ ഉള്ളൂ. ജപ്പാനെ കടത്തിവിട്ടെന്ന് ഇപ്പോൾ തന്നെ പല ആൾക്കാരും പറയുന്നുണ്ട്. ഈ ഇന്ത്യ ജപ്പാനെ സാമ്പത്തികമായി കടത്തിവിട്ടും വളരെ ദൂരമൊന്നുമില്ല. കാരണം ഇന്ത്യയുടെ സാമ്പത്തിക എക്കണോമിക് എന്ന് പറഞ്ഞ ഗ്രോത്ത് പെട്ടെന്നാണ്, വളരെ പെട്ടെന്നാണ്. മനസ്സിലായില്ലേ? ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഗ്രോത്ത് ആവുന്നത് വളരെ പെട്ടെന്നാണ്. കാരണം ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ 2-3% എക്സ്ട്രാ ഇതാവും. പക്ഷേ എന്തോന്നാണ്, ഇന്ത്യ അങ്ങനെയല്ല. മനസ്സിലായില്ലേ? അവരെക്കാട്ടിയും 8-10 മടങ്ങൊക്കെ പെട്ടെന്ന് അങ്ങ് സാമ്പത്തികമായി ഉയർന്നു വയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ഒരു ഗ്രോത്ത് ഇവിടെ ഇന്ത്യക്കുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ. അപ്പോൾ ഇതാണ് കാര്യം. ഇപ്പോൾ ഈ ചൈനയുടെ കാര്യം ഞാൻ പറഞ്ഞു. അവിടുത്തെ ഈ പറയുന്ന പോലെ എന്തോന്നാണ്, തൊഴിലാളികൾ എല്ലാം പ്രായമായ ആൾക്കാരാണ്. പിന്നെ അവർക്കൊരു മാർക്കറ്റിങ്ങിന് വേണമെങ്കിൽ ഇനി വേണം, ട്രേഡിങ്ങിന് വേണമെങ്കിൽ ഇങ്ങനെ വേണം. അപ്പോൾ നമുക്കറിയാം ഈ ചൈനയും ഇന്ത്യയും തമ്മിൽ എന്തൊക്കെ ശത്രുക്കളാണ്. കാരണം എന്തോന്നാണ്, പക്ഷേ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ ഈ വ്യാപാരം, കച്ചവടം, അതുപോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഈ ചൈന എന്ന് പറയുമ്പോൾ ഇന്ത്യ എടുത്ത് ഭയങ്കര ക്ലോസ് ആണ്. ഈ അതിർത്തിപരമായ തർക്കം മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇനി അത് മാറും എന്നുള്ളതാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയോട് ഒറ്റപ്പെടും. കാരണം ഈ ഇന്ത്യയോടും ചൈനയോടും തൊട്ട് കളിച്ചു, ഇനി പോയി. ഇനി അമേരിക്കയുടെ കാര്യം പിന്നെ പോയി. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ജപ്പാൻ ഉൾപ്പെടെ ഇവിടെ വരും. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, 2035 എന്ത് സംഭവിക്കും? ജപ്പാൻ, ചൈന, കൊറിയ, ഇന്ത്യ, റഷ്യ, ഈ രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. വാസ്തുപുരുഷ തത്വത്തിൻ്റെ വീഡിയോയിലേക്ക് അത് ഞാൻ കൃത്യമായി അത് പറഞ്ഞു പോകുന്നുണ്ട്. അത് സത്യവുമാണ്. മനസ്സിലായില്ലേ? ഈ രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടാവും, ഇന്ത്യയുടെ കൂടെ നിൽക്കും. പ്രത്യേകിച്ച് റഷ്യ ഉൾപ്പെടെ നിൽക്കും. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോൾ US എന്ന് പറഞ്ഞ രാജ്യം ഒറ്റപ്പെടും. അപ്പോൾ ഇവിടെയാണ് ടെസ്റ്റ് സംഭവിക്കുന്നത്. ഇത്രയും നാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും ആൾക്കാർ. ഒരു 2030 കഴിയുമ്പോഴത്തേക്കും എല്ലാവരും സ്പീച്ചിലാവും. അതാണ് ഇമ്പോർട്ടൻറ്റ്. മെറ്റീരിയലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആർത്തി, എല്ലാം വേണം, അത് വേണം, ഇത് വേണമെന്ന് പറയാം. അപ്പം നിങ്ങളൊരു കാര്യം വേണം, ഈ പറയുന്ന പോലെ എത്രത്തോളം ടെക്നോളജി വരുമോ അത്രത്തോളം ആത്മീയത വരും എന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 2035 എല്ലാവരും ചിന്തിച്ചു തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ്, അവർ സ്വന്തമായി തീരുമാനം എടുക്കാനും ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയും. അങ്ങനെ വരുമ്പോൾ ഈ രാജ്യങ്ങളൊക്കെ പൊങ്ങി വരും. അതാണ് പറയുന്നത്. ഓക്കെ. ചില മതഗ്രന്ഥങ്ങൾ ഇല്ലെങ്കിൽ ചില റിപ്പോർട്ടുകളിലും പലരൊക്കെ പറയുന്ന 2025 ഈ കലിയുഗത്തിൽ ലോകം അവസാനിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഒരു വലിയ മാറ്റം ഉണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അങ്ങനെ ഇന്ത്യ ഇവിടെ ഡെവലപ്പാകും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ഇഗ്നോർ ചെയ്യും. കാരണം ഈ ഇറാൻ്റെ കേസ് വന്നു. അതുകൊണ്ട് ഫ്യൂച്ചറിൽ ഈ അമേരിക്ക ഫേസ് ചെയ്യാൻ പോകുന്ന വളരെ വലിയ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? വളരെ വളരെ വലിയ പ്രശ്നമാണ്. അത്രയേ ഉള്ളൂ, വേറൊന്നുമല്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇന്ത്യയുടെ വേറൊരു കാര്യം, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കി. ആയുധ മേഖലയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ സംഭവത്തിലൂടെ കൂടുതൽ ഊന്നൽ നൽകി തുടങ്ങി ഇന്ത്യ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ തന്നെ കൂടുതലും ഗുണനിലവാരമുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്.
ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൽ പോപ്പുലേഷൻ കൂടി. ഇപ്പോൾ ഈ ഇടയ്ക്ക് ചൈന കടത്തി വെട്ടി ഇന്ത്യ വന്നു, മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ്, ഇപ്പം നമുക്കറിയാം ചൈനയെ പോലെയല്ല ഇന്ത്യ. നമുക്കറിയാം ഈ ചൈന എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ഒരു എന്തുവാണ് പ്രൈവസി നോക്കുന്ന ആളാണ്. പക്ഷേ ഇന്ത്യ അങ്ങനെ ഓപ്പണാണ്, ആർക്ക് വേണം ഇവിടെ ഒന്ന് കച്ചവടം ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇന്ത്യയുടെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സംഭവത്തിലൂടെ ആയുധങ്ങളായിക്കോട്ടെ അതും ഇതും എല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ നോക്കും. പിന്നെ റോ മെറ്റീരിയൽസിന് ഇവിടെ കിട്ടാൻ പിന്നെ ഇറക്കുമതി ചെയ്യുന്നതിന് വലിയ ക്ഷാമമൊന്നുമില്ല, ഇങ്ങോട്ട് ഒരു ക്ഷാമവും ഇല്ല, അത്രയേ ഉള്ളൂ. ഇനി ചൈനയും ജപ്പാനും ഇന്ത്യയൊക്കെ ഒന്നാവും. കാരണം ഇവരെല്ലാവരും തമ്മിൽ ഒന്നിച്ചാൽ മാത്രമേ ഇനി എന്തോ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ചൈനയിൽ പോപ്പുലേഷൻ ഉണ്ടെങ്കിലും അവിടെ ഒരു പ്രോഡക്റ്റിനെ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പാടാണ് ചൈനയിൽ. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് ജനങ്ങളിലോട്ട് എത്തിക്കാൻ ഇവർക്ക് വളരെ എളുപ്പമാണ് എന്നുള്ള കാര്യമാണ്, മനസ്സിലായില്ലേ? ബാക്കിയുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഇനി തൊട്ട് അമേരിക്ക ഒറ്റപ്പെടും. അമേരിക്ക ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന വളരെ വലിയൊരു പ്രശ്നമാണ്. കാരണം എല്ലാ രാജ്യങ്ങളെയും ഇവർ വെറുപ്പിച്ചിട്ടുണ്ട്, ഇപ്പോൾ വെറുപ്പിച്ച് കൈ കൊടുത്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇനി ആകപ്പാടെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ. ഇനി അമേരിക്കയുടെ കാര്യം കൈവിട്ട് പോയി, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. നയതന്ത്രം എന്ന് പറയുന്ന സംഭവമാണ് അത് ഇന്ത്യയെ ഇതുവരെ ഒരു നല്ലൊരു പൊസിഷനിലൂടെ എത്തിച്ചു എന്ന് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ പറയും ഇപ്പോൾ GDP പെർ ക്യാപിറ്റൽ കുറഞ്ഞല്ലോ, അങ്ങനെ കുറഞ്ഞല്ലോ, ഇങ്ങനെ കുറഞ്ഞല്ലോ എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ അതെല്ലാം കൂടും, മനസ്സിലായി? അതെല്ലാം കൂടും. ഈ പോപ്പുലേഷൻ്റെ വിലകളെല്ലാം ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കി തുടങ്ങും. GDP പെർ ക്യാപിറ്റലൊക്കെ ഇനി കുതിച്ചുയരും എന്നുള്ള കാര്യമാണ്, മനസ്സിലായില്ലേ? ഇനി ഒരു മാറ്റവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുറം രാജ്യത്തുള്ള ആൾക്കാർ ഇവിടെ വന്ന് അവിടുത്തെ ഫാക്ടറിയും കമ്പനികളും അതും ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കി നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാനാണ് ഇനി ഫ്യൂച്ചറിൽ ജപ്പാൻ്റെയും ചൈനയുടെയും എല്ലാവരുടെയും പ്ലാൻ, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ചൈനയും ഇന്ത്യയും ജപ്പാനും തമ്മിൽ വളരെ അടുപ്പത്തിലൂടെ ഇനി വരുമെന്നുള്ള കാര്യമാണ്. കാരണം പണ്ട് മുതലേ ഈ ചൈനയും ഇന്ത്യയും എന്ന് പറഞ്ഞ ചെറിയ ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് എല്ലാം മാറി ഇവർ രണ്ടുപേരും ഒന്നാകും. കാരണം ഈ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്ത്യയും ചൈനയും നല്ല കമ്പനിയാണ്, മനസ്സിലായില്ലേ? ഇതുപോലത്തെ ചെറിയ ചെറിയ ഇഷ്യൂവിൻ്റെ കാര്യത്തിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളങ്ങനെ GDP പെർ ക്യാപിറ്റൽ കുറവാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുമ്പോൾ ഈ കാര്യങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്ത്യക്ക് ഒരു സമയം വരും 2040 അകത്ത് ഇന്ത്യയുടെ GDP പെർ ക്യാപിറ്റലിൻ്റെ ഉയർച്ച നിങ്ങൾ കണ്ട് ഞെട്ടിപ്പോവും, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, കാരണം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അറിയാമല്ലോ, വളരെ ലോയിൽ കിടന്ന ആളാണ്, വളരെ ലോയിൽ കിടന്നത്. ഇപ്പം എത്ര പെട്ടെന്നാണ് 5-6 മടങ്ങൊക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് കയറിയും ഗ്രോവായി പോവേയില്ലേ എക്കണോമിക്സും കാര്യങ്ങളൊക്കെ, സാമ്പത്തിക ശേഷികളെല്ലാം. അത്രയേ ഉള്ളൂ. ഈയിടെ ഇപ്പോൾ റഷ്യ കടത്തി വെട്ടി എന്നൊക്കെ തോന്നുന്നു ഇപ്പം തന്നെ, അത്രയേ ഉള്ളൂ. അടുത്ത ഞാൻ ഇമ്പോർട്ടൻ്റ് കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ വാസ്തുപിഴ തത്വത്തെ പറ്റി ഞാൻ കൃത്യമായി വീഡിയോ പറഞ്ഞു. പിന്നെ കൃത്യമായി പറഞ്ഞു ഹിന്ദു, ഖുറാൻ, അതേപോലെ ബൈബിള്, അതേപോലെ ഹിന്ദു മിത്തോളജി, അങ്ങനെ എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്ന ഒരു കാര്യം 2 ഡയറക്ഷനാണ്. എന്ന് വെച്ചാൽ ഈശാനകോണും കിഴക്കൻ ദിശയും. ഈ 2 ഡയറക്ഷനെയാണ് കൂടുതലും എടുത്തു പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് രണ്ടാമത്തെ വരവ് ഈ ഡയറക്ഷനിൽ നിന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈശാനകോണിലും അതേപോലെ തന്നെ കിഴക്കൻ മേഖലയിൽ നിന്നൊക്കെ ഉള്ള രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനും ഇന്ത്യയൊക്കെ, ഈ ഈശാനകോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വരും, അതുപോലെ കിഴക്കൻ മേഖലയിൽ എന്ന് പറഞ്ഞാൽ ജപ്പാൻ വരും, ചൈനയിൽ അങ്ങനെ പലതും വരും. അപ്പം ഈ രാജ്യങ്ങൾ ഫ്യൂച്ചറിൽ മുന്നേറുമെന്നാണ് പറഞ്ഞത്. അപ്പം കലിയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ് എക്സാമ്പിൾ? ഓക്കെ, രാഹു ആണ്. അപ്പോൾ ഞാൻ വാസ്തുപിഴ തത്വത്തെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ അതിൽ രാഹു എന്ന് പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസ് അമേരിക്കയ്ക്കുണ്ട്. ജ്യോതിഷപരമായി നോക്കിക്കഴിഞ്ഞാൽ രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനം അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ കലിയുഗം എന്ന് പറഞ്ഞാൽ എന്താണ്? രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് എലോൺ മസ്ക് ഉള്ളത്, അമേരിക്കയിൽ. അപ്പോൾ ഈ പറയുന്ന പോലെ എന്തോന്നാണ് രാഹുവിൻ്റെ രാഹു എന്ന് പറഞ്ഞ ഗ്രഹത്തിന് ഇൻഫ്ലുവൻസ് അവിടെ കട്ടായിട്ട് സത്യയുഗം വരുമെന്ന് പറയുമ്പോൾ എല്ലാ മതഗ്രന്ഥങ്ങളും 2035 എന്ന് പറയും. 2035 പ്രത്യേകിച്ച് ഈ ഒരു വർഷം എല്ലാ മതഗ്രന്ഥങ്ങളും കൂടുതൽ ഊന്നൽ നൽകി പറയുന്നൊരു കാര്യം. മതഗ്രന്ഥങ്ങളിലെ പല മതപരമായ റിപ്പോർട്ടുകളിലും പഴയ ആൾക്കാരൊക്കെ പ്രവചിച്ചുള്ള കാര്യമാണ് 2030 എന്ന് പറയുന്നത്.
അപ്പോൾ ഈ 2035 അടുക്കാറാവുന്ന സമയത്ത് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഇവിടെ നിന്ന് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടാനും അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ, വേറൊന്നുമല്ല. അപ്പോൾ യാഹുവിൻ്റെ സ്വാധീനമുള്ള അപ്പോൾ യാഹു പ്ലസ് സൺ ഇതിനെയാണ് നമ്മൾ പറയുന്നത് അമേരിക്ക ചൈന എന്ന് പറയുമ്പോൾ. രണ്ടും രണ്ട് ഡയറക്ഷനാണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആസ്ട്രോളജി പ്രകാരം നോക്കുകയാണെങ്കിൽ സൂര്യനും രാഹുവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സൂര്യന് എന്തോ പറയും, മറയുണ്ടാകും എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ് അതിൻ്റെ അർത്ഥം? അമേരിക്കയും എന്തോന്നാണ് ചൈനയും കൂടെ ചേരുമ്പോൾ അവിടെ ഒരു മറയുണ്ടാകും. കാരണം ഞാൻ നേരത്തെ വാസ്തുവിക തത്വത്തിൽ കൃത്യമായി പറഞ്ഞു, ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ജപ്പാൻ എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങൾ എങ്ങനെയാണ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ്, കിഴക്കൻ രാജ്യമാണ്. കിഴക്കൻ ഈ ഈസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരുപാട് രാജ്യമാണ്. ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ ഇൻഫ്ലുവൻസ് ഉള്ള, റഷ്യ ഉൾപ്പെടെ ജൂപ്പിറ്റർ ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ രണ്ട് രാജ്യങ്ങൾ ഒന്ന് ചേരുമെന്നാണ് അവർ മതപരമായിട്ടുള്ള പ്രവചനങ്ങളിൽ അത് ആ രീതിയിലോട്ടാണ് കാര്യങ്ങളുടെ വരവ്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ 2035 അമേരിക്കയ്ക്ക് ഒരു വലിയൊരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നുണ്ട്. കാരണം അത്രയേ ഉള്ളൂ. മനസ്സിലായി? ഇതാണ് കാര്യം. ഇപ്പം 2035 എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ നമുക്കറിയാം ഓരോരോ വർഷം കഴിയും തോറും ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന് ഹേറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന്, നമുക്കറിയാം. അപ്പോൾ കലിയുഗത്തിന് എൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫോക്കസ് ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പോഴാണ് ഇനി ജപ്പാനും. ഓക്കെ, ഇതാണ് എനിക്ക് നിങ്ങളടുത്ത് മനസ്സിലാക്കി തരാനുള്ളത്. ഓക്കെ.